ചെയ്യാൻ റെഡിയാണെന്നും പറഞ്ഞ അമ്മമാർ തന്നെ കൊണ്ടുപോയി എൻ്റെ മൂക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പം എങ്ങനെ നമുക്കൊരു പുരുഷ സമൂഹത്തെ മാത്രം കുറ്റം പറയാൻ പറ്റും? ഹലോ, അപ്പൊ എല്ലാവരും കണ്ടതുപോലെ ആ ഒരു റീല് ഇപ്പൊ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് പേര് പേഴ്സണലായിട്ട് വിളിച്ചു ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ആ നടി ഞാനാണോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ നടി ഞാനല്ല. ഇത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അന്വേഷിച്ചു പോയി. അപ്പം മാതൃഭൂമിയിൽ ഹേമ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടപ്പോഴത്തേക്കും ന്യൂസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്നത് പോലെ ലൈംഗികമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അത് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, അവസരം കിട്ടാൻ വേണ്ടി കിടക്ക പങ്കിടാൻ കണ്ണടയ്ക്കാനും തയ്യാറായി മകൾ അത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മമാരെയും അറിയാം എന്ന് നടി മൊഴി രേഖപ്പെടുത്തി എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ന്യൂസ് ക്ലിപ്പ് ഇവിടെ കൊടുക്കാം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലുക്ക്, ഞാൻ പറഞ്ഞതും ഈ പറഞ്ഞതും രണ്ടും രണ്ടാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം എനിക്ക് ഹേമ കമ്മീഷനെ പറ്റി എനിക്ക് കൂടുതൽ പറയാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറച്ച് ന്യൂസ് വഴി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പം ബേസിക്കലി എനിക്ക് അറിയുള്ളൂ. അപ്പം ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 235 പേജ് എങ്ങാണ്ടുണ്ട്. അപ്പം അത് മൊത്തം നമ്മൾ പേഴ്സണലി വായിച്ചാൽ മാത്രമേ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ എൻ്റെ സൈഡ് വ്യക്തമാക്കുകയാണ്, ഞാൻ അല്ല ആ മൊഴി കൊടുത്ത ആള്. പിന്നെ ഇപ്പോൾ നേരത്തെ കണ്ടത്, ഞാൻ നേരത്തെ കൊടുത്തൊരു ഇന്റർവ്യൂവില് എന്നോട് കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി എന്താണ് അഭിപ്രായം, കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ മലയാള സിനിമയിൽ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അത് നിങ്ങളിനി ഇപ്പൊ കുറേ പേര് വന്ന് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്. അത് എനിക്ക് അറിയാവുന്നവർക്കും ഒക്കെ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പം അത് എന്തായാലും ഉണ്ട്. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉള്ള കാര്യം നമുക്ക് അലക്കി തേച്ച് വെളുപ്പിച്ചില്ല എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഇങ്ങനൊരു കമ്മിറ്റി അത് മുമ്പോട്ട് കൊണ്ടുവരാനാണെങ്കിൽ വരട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും അറിയണം, അതിന് പ്രതികരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ലുക്ക്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ സെക്ഷലി റിലേഷനിലാകുമോ ആകാതിരിക്കുമോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാല് എനിക്ക് കലേനെ അത്രയധികം ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, ഞാൻ കൊച്ചിലേ തൊട്ടൊരു ഡാൻസർ ആയിരുന്നു, നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഭയങ്കരമായി കലേനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ രംഗത്ത് വന്നതാണ്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലേ, അതായത് സെക്ഷലി നമ്മൾ കൂടെ കിടന്നു കൊടുത്താലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അത് കണ്ടില്ല എന്നങ്ങ് വെച്ചേക്ക്. അല്ലെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു 2-3 പ്രാവശ്യം കെട്ടിപ്പിടിക്കുമായിരിക്കും, അല്ലെ ഒരു ഉമ്മ തരുമായിരിക്കും. ദിസ് ഈസ് വെരി റബ്ബിഷ് തിങ്. അതിൽ അല്ല നമ്മളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന ഒരു ടാലന്റിനെയോ ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ഭയങ്കര റോങ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്ന 2-3 കേസ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. അമ്മ തന്നെ കൊണ്ടുവന്ന് മോളെ ഇവിടെ നിർത്താം, നാളെ രാവിലെ വന്ന് വിളിച്ചോളാം, എനിക്കതൊന്നും കുഴപ്പമില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ലുക്ക്, അപ്പൊ ഞാൻ പ്രതികരിച്ചത് അപ്പോഴേ തള്ളാനെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് ഒറ്റ ഇടിയും കൂടെ കൊടുക്കണമെന്നുള്ളതാണ്. ഐ ഡോണ്ട് ഈവൻ കൺസിഡർ ഹെർ ആസ് എ മദർ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോ അത് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഈ കണ്ടസ്റ്റ് രണ്ടും കൂടെ ഒന്ന് മേർജായി വന്നപ്പോഴത്തേക്കും കറക്റ്റ് സിംഗില് വരുന്നു. പക്ഷെ ഹേമ കമ്മീഷനിൽ മൊഴി കൊടുത്തിട്ടുള്ള ആള് ആ നടി ഞാനല്ല, അത് ആരോ ആണ്. പിന്നെ ഞാനാണെങ്കിലും ഈ പറയുന്നത് പോലെ ഇതൊക്കെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ചു പേരാണ്. അവരായിട്ട് പറയാ എന്നല്ലാതെ നമുക്ക് വന്ന് പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് അവരുടെ കാര്യം. നമുക്ക് ഈ സോഷ്യൽ സർക്കിളിൽ ഉള്ളത് കൊണ്ട് നമ്മളുടെ ഇടയ്ക്കൽ വിശ്വാസത്തിൽ പറയുന്നതാണ്. എനിക്കിപ്പം അങ്ങനെ ഒരു കണ്ടസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഞാൻ പേരുൾപ്പെടെ പറയുന്നതായിരിക്കും. പക്ഷെ എന്തായാലും അത്രയ്ക്ക് ധൈര്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. പക്ഷെ നോ പറയാത്തവരുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള സംഭവങ്ങൾ വീണ്ടും പ്രോത്സാഹിക്കപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം വിശദമായി ഹേമ കമ്മീഷന്റെ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ അത് ഞാൻ പഠിച്ച് എനിക്ക് നല്ലതായി ബോധ്യപ്പെടുകയാണ്, എന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തക്ക ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ റീലിൽ പറഞ്ഞത് ഞാൻ തന്നെയാണ്, അത് വേറൊരു കഥയും ഇപ്പൊ മാതൃഭൂമി ന്യൂസിൽ വന്നിരിക്കുന്നത് വേറൊരു കഥയുമാണ്. അത് രണ്ടും ഡിഫറെന്റ് ആണ്. എനിവേ, കണ്ടസ്റ്റ് ഈസ് ദ സെയിം. കാസ്റ്റിംഗ് കൗച്ച് ഈസ് ദെയർ.